Good morning. Welcome back to your science class. How are you all? Are you okay? Previous class we studied lesson 9 water. I think all of you watched the videos and understood the lesson. Today we have to study lesson 10 air. നമുക്കിന്ന് പഠിക്കാനുള്ളത് ലെസൺ 10 എയർ ആണ്. വായു. എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വായു അല്ലേ? നമുക്ക് ഈ ലെസൺ നമുക്കിത് പഠിക്കാം. സോ all of you take, if you have textbook, take your textbook. Take lesson 10 air. Air is found everywhere. Air എല്ലാ സ്ഥലത്തും ഉണ്ട് അല്ലേ? We cannot live without air. നമുക്ക് എയർ ഇല്ലാതെ ജീവിക്കാനേ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ് നമുക്ക് എയറില്ലാതെ ജീവിക്കാൻ സാധിക്കത്തില്ലെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? All living things need air to breathe. എല്ലാ ജീവജാലങ്ങൾക്കും എയർ വേണം. എന്തിനു വേണം? ശ്വസിക്കാൻ അല്ലേ? അതുകൊണ്ട് we need air because air contain oxygen which is essential for living. എയറിനകത്ത് എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ ഗ്യാസ് ആണ് നമ്മളെ ശ്വസിക്കുന്നത്. അതില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതല്ലേ അസുഖമുള്ളവർക്കൊക്കെ ഓക്സിജൻ കൊടുക്കാൻ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി ഓക്സിജൻ ശ്വാസം മുട്ടൊക്കെയാണ് വരുമ്പോഴത്തേനും, ശ്വാസം എടുക്കാൻ പ്രയാസമൊക്കെ വരുമ്പോഴത്തേനും ഓക്സിജൻ കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പക്ഷേ നമുക്ക് ഇപ്പം ധാരാളമായിട്ട് ഓക്സിജൻ ഉണ്ടല്ലേ. നമുക്ക് we get oxygen from the air. We cannot see air but we can feel. നമുക്ക് എയർ കാണാൻ പറ്റത്തില്ല, ബട്ട് വി ക്യാൻ ഫീൽ. എപ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്? നമുക്ക് അനുഭവപ്പെടും. എയർ ഉണ്ടെന്ന് അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? വെൻ ഇറ്റ് മൂവ്സ്. അതിന് ചലനം ഉണ്ടാകുമ്പോൾ, എയറിന് ചലനം ഉണ്ടാകുമ്പോഴാണ് എയർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. എയർ മൂവ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? വിൻഡ്. വിൻഡ്, കാറ്റ്. വാട്ട് ഈസ് വിൻഡ്? മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. ചലിക്കുന്ന വായുവിന് പറയുന്ന പേരാണ് വിൻഡ്. വെൻ ദ വിൻഡ് ബ്ലോസ് ജെന്റ്ലി ഇറ്റ് ഈസ് കോൾഡ് ബ്രീസ്. പതുക്കെ വീശുമ്പം, പതുക്കെ വിൻഡ് കാറ്റ് വീശുന്നതിന് നമ്മൾ എന്ത് പറയും? ഇളം കാറ്റ് അല്ലെങ്കിൽ ബ്രീസ്. ഇളം കാറ്റ് അല്ലെങ്കിൽ ബ്രീസ്. നല്ല രസമല്ലേ? നമ്മൾ പുറത്തൊക്കെ പോയി നമ്മൾ ഇരിക്കുമ്പോൾ, അപ്പം മുറിക്കകത്തൊക്കെ നല്ല ചൂടുണ്ടെന്ന് വെച്ചോ, നമ്മൾ പുറത്ത് പോയിരിക്കുമ്പോൾ പതുക്കെ കാറ്റ് വരുവാണെങ്കിൽ നമുക്ക് നല്ല സുഖം തോന്നുമല്ലേ? ശക്തമായ കാറ്റല്ല, ചെറുതായിട്ട് കാറ്റ് വീശുമ്പോൾ നമുക്ക് നല്ല സുഖം തോന്നുമല്ലേ? ഞാൻ പറയും മരങ്ങളൊക്കെ അനങ്ങാൻ നിന്നാലോ കാറ്റില്ലെങ്കിലോ ഒട്ടും കാറ്റില്ല, എന്തൊരു ചൂടാണെന്ന് നമ്മൾ പറയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? വാട്ട് ഈസ് വിൻഡ്? മൂവിങ് എയർ ഇസ് കോൾഡ് വിൻഡ്. വിൻഡ് ബ്ലോസ് ജെന്റ്ലി ഇസ് കോൾഡ് ബ്രീസ്. പതുക്കെ വീശുന്ന കാറ്റിന് പറയുന്നതാണ് മന്ദമാരുതൻ അല്ലെങ്കിൽ ഇളം കാറ്റ്. അടുത്തത് യൂസസ് ഓഫ് എയർ. എയറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് നമ്മൾ ഈ എയർ ഉപയോഗിക്കുന്നത്? ഓൾ ലിവിങ് തിങ്സ് യൂസ് എയർ ടു ബ്രീത്ത്. എല്ലാ ജീവജാലങ്ങൾക്കും ശ്വസിക്കാനായിട്ട് എന്ത് വേണം? ഓൾ ലിവിങ് തിങ്സ് നീഡ് എയർ ടു ബ്രീത്ത്. ശ്വസിക്കാനായിട്ട് എയർ വേണം. എയറിനകത്ത് എന്തുണ്ട്? ഓക്സിജൻ. എയർ കണ്ടെയ്ൻസ് ഓക്സിജൻ. ഓക്സിജൻ ഗ്യാസ് ആണ് നമ്മളെ ശ്വസിക്കുന്നത്. നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു, എന്നിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. വി ടേക്ക് ഇൻ ഓക്സിജൻ ആൻഡ് ഗിവ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. പ്ലാന്റ്സ് ടേക്ക് ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഗിവ് ഔട്ട് ഓക്സിജൻ. പ്ലാന്റ്സ് നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവരെടുക്കുന്നു, പിന്നെ പ്ലാന്റ്സ് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. എയർ ഈസ് യൂസ്ഡ് ടു ബ്ലോ ബലൂൺസ്. പിന്നെ എന്തിനാണ് എയർ വേണ്ടത്? എയർ ഈസ് യൂസ്ഡ് ടു ബ്ലോ ബലൂൺസ്. ബലൂൺസ് ഒക്കെ വീർപ്പിക്കാനായിട്ട് നമ്മൾ ഓരോ ആഘോഷങ്ങൾക്കൊക്കെ നമ്മൾ ക്രിസ്മസിനൊക്കെ ഒത്തിരി ബലൂണൊക്കെ എടുക്കത്തില്ലേ? ഓരോരുത്തരുടെയൊക്കെ വീർപ്പിച്ച് നമ്മൾ അങ്ങനെ ഒക്കെ ഉണ്ടാക്കത്തില്ലേ? അന്നേരം
അതിനകത്തോട്ട് ഈ ബലൂൺ വീർക്കണമെങ്കിൽ അതിനകത്ത് എന്താ നമ്മൾ കൊടുക്കുന്നത്? ഇങ്ങനെ ഊതി വീർപ്പിക്കുമ്പോൾ അതിനകത്ത് എന്താ ചെല്ലുന്നത്? എയർ. എയർ എയർ ആണ്. എയർ ഈസ് യൂസ്ഡ് ടു ബ്ലോ ബലൂൺസ്. Fish and other animals that live in water breathe the air dissolved in water. വെള്ളത്തിൽ താമസിക്കുന്ന ആനിമല് അതിനകത്തുള്ള എയർ ആണ് ശ്വസിക്കുന്നത്. എയർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ആ എയർ ആണ് വാട്ടർ ആനിമൽസ് ശ്വസിക്കുന്നത്. We can fly kites in the air due to the breeze. അതുപോലെ പട്ടം പറപ്പിക്കാൻ നമ്മൾ പട്ടം പറപ്പിക്കത്തില്ല, കുട്ടികളൊക്കെ പട്ടം പറപ്പിക്കും. അന്നേരം നമ്മൾ അതെങ്ങനെയാണ് അത് പോകുന്നത്? ഡ്യൂ ടു ബ്രീസ് അല്ലേ, ചെറിയ കാറ്റത്താണ് ഇങ്ങനെ പട്ടമൊക്കെ ഇങ്ങനെ പോകുന്നത്. നിങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ധാരാളം പട്ടം പറപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അന്നേരം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ബ്രീസ്. We can fly kites in the air due to the breeze. Sailboats move with the help of wind. അതുപോലെ സെയിൽ ബോട്ടൊക്കെ കടലിൽ കൂടെ പോകുന്നത് കാറ്റിൻ്റെ ഇതിനനുസരിച്ചാണ്. കാറ്റിൻ്റെ സഹായത്തോടെയാണ് സെയിൽ ബോട്ട് മൂവ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? എയർ ഹെൽപ്പ് ഇൻ ലിഫ്റ്റിംഗ് അപ്പ് ഹോട്ട് എയർ ബലൂൺസ്. ഹോട്ട് എയർ ബലൂണൊക്കെ ഇങ്ങനെ വിടാനായിട്ട് എയർ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? We studied air is found everywhere. എയർ എല്ലായിടത്തും കാണുന്നു. We cannot live without air. All living things need air to breathe because air contains oxygen which is essential for living. എയറിനകത്ത് ഓക്സിജൻ ഉണ്ട്, അത് ജീവിക്കാൻ വേണ്ടി നമുക്ക് ശ്വസിക്കാൻ അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ പഠിച്ചു we cannot see air, നമുക്ക് കാണാൻ പറ്റത്തില്ല. but we can feel, നമുക്ക് ഫീൽ ചെയ്യും. എപ്പോഴാണ്? when it moves, അത് മൂവ് ചെയ്യുമ്പോൾ, എയർ മൂവ് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. മൂവിങ് എയറിന് പറയുന്ന പേരാണ് വിൻഡ്. When the wind blows gently, it is called breeze. വിൻഡ് പതുക്കെ വീശുന്ന കാറ്റിന് പറയുന്ന പേരാണ് ബ്രീസ്. പിന്നെ നമ്മൾ പഠിച്ചു യൂസസ് ഓഫ് എയർ, എയറിൻ്റെ ഉപയോഗങ്ങൾ പഠിച്ചു. All living things need air to breathe. ശ്വസിക്കാൻ എല്ലാ ജീവജാലങ്ങൾക്കും ശ്വസിക്കാൻ എയർ വേണം. എയർ ഈസ് യൂസ്ഡ് ടു ബ്ലോ ബലൂൺസ്. ബലൂണൊക്കെ വീർപ്പിക്കാൻ നമ്മൾ അത് എയർ വേണം. ഫിഷ് ആൻഡ് അതർ ആനിമൽസ് ലിവ് ഇൻ വാട്ടർ ബ്രീത്ത് എയർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഫിഷിനും മറ്റു വാട്ടർ ആനിമൽസിനും വെള്ളത്തിലുള്ള എയറാണ് നിങ്ങൾ ശ്വസിക്കുന്നത്. പിന്നെ പഠിച്ചു വി ക്യാൻ ഫ്ലൈ കൈറ്റ്സ് ഡ്യൂ ടു ദ ബ്രീസ്. നമുക്ക് പട്ടം പറപ്പിക്കുന്നത് നമ്മൾ ചെറിയ കാറ്റിലാണ്, അതും നമ്മളെ കാറ്റ് സഹായിക്കുന്നു. സെയിൽ ബോട്ട് മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിൻഡ്. എയർ ഹെൽപ്പ് ഇൻ ലിഫ്റ്റിംഗ് അപ്പ് ദ ഹോട്ട് എയർ ബലൂൺസ്. ഇത്രയാണ് നമുക്കിത് പഠിക്കാനുള്ളത്. ഓക്കെ.